ഗായ്സ്, നിങ്ങൾക്ക് ഏവർക്കും സ്വിറ്റ്സർലാൻഡ് വ്ളോഗിൻ്റെ പാർട്ട് 5ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്റർലാക്കിലേക്ക് ബൈ പറയുക കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മൾ താമസിച്ച ഈ ഹോട്ടൽ ഡ്യൂലാക്ക് ഒന്നും കൂടെ ഒന്ന് ക്യാമറയിൽ പകർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. 2 ദിവസം നമ്മൾ ഇന്റർലാക്കൻ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഇന്ന് നമ്മൾ സെർമാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാട്ടോ. അങ്ങനെ ജസ്റ്റ് നമ്മുടെ കണ്ടില്ലേ, റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു നമ്മുടെ ഹോട്ടൽ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ട്രെയിൻ കയറി ഞങ്ങൾ സെർമാറ്റിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ സെർമാറ്റ് എന്ന് പറയുന്ന ഒരു മലയുടെ മണ്ടയ്ക്കുള്ളൊരു സിറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴ്വാരത്തിൽ നമ്മൾ ട്രെയിൻ എടുക്കണം. ഇതെന്ന് പറഞ്ഞാൽ വിസ്പ് എന്ന് പറയുന്ന ഒരു താഴ്വാര സ്ഥലമാണ്. ഇവിടുന്ന് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ കയറി 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 നമുക്ക് സെർമാറ്റ് എന്ന് പറയുന്ന അതിൻ്റെ മുകളിലെത്താൻ പറ്റും. അപ്പോൾ ആ താഴ്വാരത്തിലൂടെ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം ഇതിൻ്റെ താഴെ നിന്ന് മണ്ടയ്ക്ക് പോകണം നമുക്ക്. അപ്പം ഈ ഓട്ടത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് നമ്മുടെ ട്രീസൊക്കെ യെല്ലോ കളർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ താഴ്വാര കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ഞങ്ങൾ പതുക്കെ ട്രെയിനിലിരുന്ന് മേലോട്ട് പോയി തുടങ്ങി. അവിടെ താഴ്വരയിലൊക്കെ തന്നെ ട്രീസ് ഉണ്ട്, കുഴികൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു. വീടുകളൊന്നും അധികം ഇങ്ങനെ കണ്ടില്ല, അങ്ങൊക്കെ ഉള്ളൂ. കുറേ ദൂരമുണ്ട് കേട്ടോ, നമുക്ക് 1 മണിക്കൂറോളം ഉണ്ട്. പതുക്കെയാണ് ട്രെയിൻ പോകുന്നത്, മുകളിൽ കയറണ്ടേ, അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തായിരുന്നു. ഇങ്ങനെ ട്രെയിൻ കയറി 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 പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. കണ്ടില്ലേ ഓട്ടത്തിൻ്റെ ഭംഗി? ആ കുന്നിലെ മരങ്ങളെല്ലാം യെല്ലോ കളറായി. ഇത് ഓരോ സീസണിലും ഇവിടെ ഓരോ ഭംഗിയാണ്. വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം വൈറ്റ് കളർ സ്നോ കൊണ്ട് മൂടിയിരിക്കും. പിന്നെ സ്പ്രിങ്ങും സമ്മർ സീസണൊക്കെ ആകുമ്പോൾ ഇത് ഫുൾ ഗ്രീൻ ആയിരിക്കും. അങ്ങനെ ഞങ്ങളൊരു 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സെർമാറ്റ് എന്ന് പറയുന്ന ആ സിറ്റിയിലെത്തി. അപ്പം ഇവിടെ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്, അതിനു മുമ്പ് നമുക്ക് മാട്രഹോൺ എന്ന് പറയുന്ന ഫേമസ് മൗണ്ടൻ കാണാൻ പോകണം. അപ്പം നമ്മൾ ഈ സെർമാറ്റിൽ തന്നെ ആ സ്റ്റേഷൻ ഞങ്ങൾ ലഗേജൊക്കെ വെച്ചിട്ട് ഈ മാട്രഹോണിലും ഈ സെർമാറ്റിൽ നിന്ന് മണ്ടയ്ക്കൊക്കെ വേണം മാട്രഹോണിൽ പോകണമെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ ഇപ്പോൾ നമ്മൾ 12 o'clock ആയി, ഉച്ച വരെ 2 o'clock വരെ എന്തോ അതിൻ്റെ സർവീസ് ഉള്ളൂ. അപ്പം ഞങ്ങൾ അത് കണ്ടിട്ട് പിന്നെ ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ ഒരു 12 o'clock ആയപ്പോൾ എത്തി. 12:15 ആയപ്പോൾ ട്രെയിൻ വന്നു. ഇനി നമുക്ക് മാട്രഹോൺ കാണാൻ പറ്റുമോ നോക്കാം. പിന്നെ മൂടലായിരിക്കും, അറിയില്ല അവിടെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ പോകുന്ന വഴിയിലെ കാഴ്ചകൾ നല്ല രസമാണ്. ഇപ്പോൾ നമ്മൾ വിസ്പിൽ നിന്ന് സെർമാറ്റ് എത്തി. ഇനി സെർമാറ്റിൽ നിന്ന് മാട്രഹോൺ കാണാൻ, ഇനി സെർമാറ്റിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് നമ്മൾ കയറുക. അപ്പോൾ സ്നോ വിരിച്ച സ്ഥലങ്ങളാണ് പോകുന്ന വഴിക്ക് കാണാവുന്ന ഇത്. ജസ്റ്റ് നിങ്ങളും കണ്ടോളൂ. കണ്ടില്ലേ, സ്നോയൊക്കെ വീണ്. ഇവിടെ 365 ഡേയ്സും ഇവിടെ സ്നോ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്റ്റേഷനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കേറ്റ് ചെയ്യണമെങ്കിലൊക്കെ
ഏറ്റവും മണ്ടയ്ക്ക് വരെ ട്രെയിൻ പോവും. ഇടയ്ക്ക് സ്റ്റേഷനിൽ ഇറങ്ങി ഇടയ്ക്കുള്ള സ്റ്റേഷനിൽ ഇറങ്ങി നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, സ്കീ ചെയ്യാം, സ്കേറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം നമുക്ക്. ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല, കൊടും തണുപ്പായതുകൊണ്ട് മുകളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. റെയിൽവേ ട്രാക്കിലും എല്ലാം സ്നോ വീണ് കിടക്കുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫുൾ കുറേ ദൂരം സ്നോ ഉള്ളൊരു സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ വഴിനീളെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കണ്ടില്ലേ, ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ട്രെയിൻ വരും. അങ്ങനെ ഇത് ഷട്ടിൽ സർവീസ് പോലെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. അതിമനോഹര കാഴ്ചയായിരുന്നു ചുറ്റും. തൂവൽക്കെട്ട് പോലെ ചുറ്റും സ്നോ വീണ് കിടക്കും. നല്ല ഭംഗിയുണ്ടായിരുന്നു. ടർബ്രോൺ എന്ന് പറയുന്ന നമ്മുടെ മുട്ടായി ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ്, അതിൻ്റെ ആ ഒരു ഷേപ്പ് വന്നേക്കുന്നത് ഈ മാട്രഹോൺ എന്ന് പറയുന്ന ഈ മൗണ്ടനെ വെച്ചിട്ടാണ് പറയുന്നത്. ചോക്ലേറ്റും മെയ്ഡ് ഇൻ സ്വിറ്റ്സർലൻഡാണ്. ഇന്ന് ഭയങ്കര മൂടലാണ്. നമുക്കിന്ന് മാട്രഹോൺ ഒരു വ്യത്യസ്തമായ ട്രയാങ്കിൾ ഷേപ്പ് പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു ഭംഗിയുള്ള ഒരു മൗണ്ടനാണ് മാട്രഹോൺ. അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ചുറ്റും മൂടലാണ്. അതിമനോഹര കാഴ്ചയായിരുന്നു ഈ ട്രെയിൻ പോകുന്ന വഴിക്കുള്ളയൊക്കെ. കണ്ടില്ലേ, ട്രാക്കിലും സ്ഥലത്തും എല്ലാം ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നു. വർഷത്തിലെല്ലാ ദിവസവും ഇവിടെ ഇങ്ങനെയാണെന്നാ പറഞ്ഞ കേട്ടോ. പിന്നെ വിൻഡ്രാമം കുറച്ച് കൂടും. ചുറ്റും മഞ്ഞുകട്ടകൾ. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ ഇടയ്ക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. മുകളിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ ഇറങ്ങാം, എന്നിട്ട് ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാം. കുറച്ച് പേരൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ചുറ്റും വൈറ്റ് കളർ മാത്രം, വേറെ ഒന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മാട്രഹോൺ എന്ന് പറയുന്ന ആ മലയുടെ മൗണ്ടൻ്റെ അടുത്ത് മുകളിലെത്തി. ഇവിടെ ഇന്ന് കാണാൻ പറ്റില്ല കേട്ടോ, നമുക്ക് ഭയങ്കര മൂടലാണ്. ഇതേതോ ഈ ഭാഗത്തെങ്ങാണ്ടാണ് മാട്രഹോൺ. ഇങ്ങനെ ആ മൗണ്ടൻ മാത്രം ഇങ്ങനെ ത്രികോണ രീതിയിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കും. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് മൂടലായതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ചുറ്റുമുള്ള മൗണ്ടൻസിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു.
നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സെർമാറ്റി വന്നിട്ട് ഈ മാട്രിമോൺ കാണാൻ വരണം. സ്വിറ്റ്സർലൻഡിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകളാണ്. മാട്രിമോൺ കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് ചുറ്റും ഐസ് വീണ് കിടക്കുന്നു. പക്ഷെ ഭയങ്കര തണുപ്പാണ് കേട്ടോ പുറത്ത്. വീഡിയോയിൽ കാണുന്ന പോലല്ല, നമുക്ക് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ കാണാനും പറ്റുന്നത്. ചുറ്റും മഞ്ഞും മൗണ്ട് ഗ്ലേഷ്യേഴ്സ് ഇങ്ങനെ വീണ് കിടക്കുന്നത് അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ പോസിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തകർത്തു. പിന്നെ അവിടെ മുകളിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ കാണുന്ന ഒരു പള്ളിയാട്ടോ ഇത്. അവിടെ മുകളിൽ കണ്ടൊരു പള്ളി, ചെറിയൊരു രൂപം, ആ ഒരു പള്ളി. ആ പള്ളി ജസ്റ്റ് ഞങ്ങളൊന്ന് കയറി. വേറെ ഒന്നും ഇല്ല മുകളിൽ കേട്ടോ. പിന്നെ ഒരു സ്റ്റേഷനുണ്ട്, ഒബ്സർവേറ്ററി സ്റ്റേഷനുണ്ട്. പിന്നെ നമുക്ക് പിന്നെ അകത്തിങ്ങനെ ഒരു ആക്ടിവിറ്റി പോലെ ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിയം പോലെ ഒരെണ്ണം. പിന്നെ ഒരു റെസ്റ്റോറൻറ്റും, പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു ചെറിയ പള്ളി. ഈ 3-4 എണ്ണം കെട്ടിടം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചെന്നപ്പം. ഇത് ഞാൻ പറഞ്ഞൊരു മ്യൂസിയം പോലെ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ കയറി. അതിലെല്ലാം ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ പക്ഷേ അവർ പറഞ്ഞു നമുക്ക് സമ്മർ ആണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ ആക്റ്റീവാണ്. അപ്പോൾ കുറച്ചുകൂടെ ചെറിയ കടകളൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഈ അധികം ഒന്നും ഇല്ലെന്ന് അവർ പറഞ്ഞു. ഇപ്പം സീസൺ അല്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്, നവംബർ സമയത്താണല്ലോ പോയത്. പിന്നെ ആ മ്യൂസിയം പോലെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഓരോ സീസണിലും എങ്ങനെയായിരിക്കും ഈ മാട്രിമോണിൻ്റെ ഈ ഭാഗമെന്ന് കാണിക്കുന്ന ഈ വീഡിയോ കേട്ടോ ഇത്. ഓരോ സീസണിലും എങ്ങനെയാണ് അവിടുത്തെ ലുക്ക് എങ്ങനെയാണ് അങ്ങനെ. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ജസ്റ്റ് ഈ മാട്രിമോണിൻ്റെ മുകളിൽ എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ ഇതൊക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ നമ്മളെ കൊണ്ടിറക്കും. പിന്നെ നേരത്തെ വന്നൊരു ട്രെയിൻ അവിടെ പീരിക്കും ആൾക്കാർ. അത് പിന്നെ തിരിച്ചു പോകും. അപ്പം നമുക്ക് ഓരോ 15-20 മിനിറ്റ്സിൽ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അടുത്ത ട്രെയിനിൽ കയറി ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചിറങ്ങോട്ടെ. അവിടെ നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചിറങ്ങി വരുന്ന കാഴ്ചകളാട്ടോ. തിരിച്ചും അടിപൊളി കാഴ്ചകളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഗ്ലേഷ്യേഴ്സ് ഇങ്ങനെ ചുറ്റും വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ ട്രെയിൻ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇത് കാണാൻ നമുക്ക് വരണമെങ്കിൽ നമ്മൾ സെർമാറ്റിൻ്റെ ആ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് സ്വിസ് പാസ് ഉണ്ടെങ്കിൽ കുറച്ച് 50% കുറവുണ്ട് ടിക്കറ്റിന്. അല്ലാതെ ഫുൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ സ്വിസ് പാസ് എടുക്കുകയാണെങ്കിൽ ഇതിനും നമുക്ക് ഓഫറുണ്ട്. ടിക്കറ്റ് പൈസ അടയ്ക്കണം, പക്ഷെ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട് സ്വിസ് പാസ് ഉണ്ടെങ്കിൽ. 3 പേർക്കൂടെ ഏകദേശം €200. എക്സാക്റ്റ് അല്ല, ഏകദേശം അത്രയ്ക്കാന്ന് തോന്നുന്നു വന്നേന്ന് തോന്നുന്നു. അങ്ങനെ ആ കാഴ്ചകൾ നമ്മളിൽ നിന്നിങ്ങനെ കണ്ട് ഞങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്താല്ലേ ചുറ്റും മഞ്ഞ് കൊട്ടാരം പോലെ ഐസ് വീണ് കിടക്കുന്നു. ട്രെയിൻ അതിലൂടെ പോകുന്നു.
ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം മറ്റേ സൈഡായിരുന്നു ട്രെയിനിൻ്റെ ഇരുന്നത്. അപ്പോൾ വേറൊരു ഭംഗിയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഈ സൈഡിൽ ഇരുന്നു, അപ്പോൾ വേറൊരു ഭംഗി. അങ്ങോട്ട് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ രണ്ട് വ്യത്യസ്ത ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്, സെയിം സ്ഥലമാണെങ്കിലും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം സമയം കഴിഞ്ഞപ്പം നമ്മൾ താഴെ എത്തി കേട്ടോ. പിന്നെ നമ്മൾ ലഗേജ് എടുത്ത് നമ്മുടെ ഹോട്ടലിലേക്ക് പോകുമായിരുന്നു. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഇന്ന് രാത്രി മാത്രമേ ഉള്ളൂ കേട്ടോ. നാളെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്, നമ്മൾ ജനീവയിലേക്ക് പോകും. ജനീവയിൽ നിന്നാണ് നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹോട്ടലിൻ്റെ ആകവശം. സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഹോട്ടലിലൊക്കെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടി കേട്ടോ. നല്ല തിരക്കുള്ള ഒരു ഹോട്ടലാണ്. പിന്നെ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുവച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു ഇപ്പോഴത്തേക്ക് ഇരുട്ടാകുമല്ലോ വേഗം. അപ്പം നമ്മളൊരു 4 o'clock ആയപ്പോഴത്തേക്കും നമ്മൾ ഈ സെർമാറ്റ് സിറ്റി ടൗൺ ഒന്ന് ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ നടന്നു. അപ്പോൾ ഒരു 4 o'clock കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ സൂര്യാസ്തമം ആവാറായിട്ടുണ്ടായിരുന്നു, വിൻ്റർ ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ സിറ്റി എല്ലായിടം ഉള്ള സിറ്റി പോലെ നല്ല വൈബുള്ള സിറ്റി ആയിരുന്നു. ഈ ഒരു സെർമാറ്റ് ടൗണിൻ്റെ ഇതൊന്നും കണ്ടില്ല, ഇത് ഐസ് ഹോക്കിയാണ് കേട്ടോ. കുറച്ച് പേര് ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ടോ. നമ്മൾ ഹോക്കി മാത്രമേ കണ്ടിട്ടുള്ളൂ, ഐസ് ഹോക്കി കണ്ടിട്ടില്ല. അപ്പം ഐസ് ഹോക്കി കാണാത്തൊരു കണ്ടോ കേട്ടോ. അതിൽ ഐസ് കഴിക്കുന്ന ഹോക്കിയാന്ന് തോന്നുന്നു ഐസ് ഹോക്കിൻ്റെ പേര് വന്ന്. അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ. എന്താ അല്ലേ, സ്കേറ്റ് ചെയ്തുകൊണ്ട് ഐസ് ഹോക്കി കളിക്കുന്നു, കൊള്ളാം. അപ്പം നമ്മൾ രാവിലെ പോയ മേൾഭാഗത്ത് പോയല്ലോ നമ്മൾ ട്രെയിനിൽ, കാണുന്ന മേൾഭാഗത്തെ ആ മൗണ്ടൻസാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇതതിൻ്റെ അടിവാരം. അപ്പം നമ്മുടെ ഈ സെർമാറ്റ് ടൗണിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു കാർ ഫ്രീ ടൗൺ ആണ് കേട്ടോ. അതായത് ഇവിടെ ഈ പൊല്യൂഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മൗണ്ടനും ഈ മാട്രഹോണും ഒന്നും ശരിക്കും കാണാൻ പറ്റത്തില്ല എന്ന് വെച്ചിട്ട് അവിടുത്തെ ആൾക്കാർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഇവിടെ ഡീസലും പെട്രോൾ വെഹിക്കിളൊക്കെ ഇവിടെ ബാൻ ചെയ്തേക്കുക. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കുറച്ച് ഓട്ടോ പോലുള്ള കുറച്ച് വെഹിക്കിൾസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിസിറ്റി വെഹിക്കിൾ. പൊതുവേ വെഹിക്കിൾസ് എല്ലാം കുറവാണ്. പിന്നെ ഇലക്ട്രിസിറ്റിയിൽ ഓടുന്ന കുറച്ച് ചെറിയ ചെറിയ വെഹിക്കിൾസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാറൊന്നും ഇവിടെ അലോ ചെയ്യുന്ന സിറ്റി അല്ല. അതനുസരിച്ച് പൊല്യൂഷൻ വളരെ കുറവാണ് ഇവിടെ കേട്ടോ. നല്ല ക്ലീനാണ് സിറ്റി. സിറ്റി എന്ന് പറയാൻ വലിയൊരു ചെറിയ ടൗൺ, പക്ഷേ എല്ലാ കടകളും എല്ലാം ഉണ്ട്. ഒരു വലിയ സിറ്റിയിൽ വേണ്ട എല്ലാ ബ്രാൻഡഡ് ഷോപ്പും ഒക്കെ ഇവിടെ ഉണ്ട് താനും. ഒരു ചെറിയ ടൗൺ പോലെ കുറച്ച് വീടുകളും പിന്നെ ചെറിയ ചർച്ചും നല്ല രസമുണ്ടായിരുന്നു. മേളിൽ നോക്കുമ്പോൾ മൗണ്ടൻസ് കാണാം. അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. സ്വിറ്റ്സർലൻഡിൽ വന്നാൽ ഈ സെർമാറ്റ് എന്ന് പറയുന്ന ഈ ടൗൺ നിങ്ങൾ മിസ് ചെയ്യില്ല കേട്ടോ. അടിപൊളി ടൗണാണ്. എല്ലാം വുഡിൻ്റെ വീടുകളും അവിടെയും കുറച്ച് ദൂരം എല്ലാം നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് എല്ലാം കാണാം. ഞങ്ങൾ ജസ്റ്റ് റൗണ്ട് ചെയ്തെല്ലാം കണ്ടു. ഷോപ്സൊക്കെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. കുറച്ച് എല്ലാ ഷോപ്പും ഇല്ല, എന്നാലും കുറച്ച് കുറവ്. എന്നാലും മാക്സിമം എല്ലാ ഷോപ്പും ഉണ്ട്, ഒരുപാടില്ല. അത്യാവശ്യം വേണ്ടതെല്ലാം ഉണ്ട്.
ഇതാ കാണുന്നൊരു പള്ളിയായിരുന്നേ. അപ്പോൾ അത് പോകുന്ന വഴിക്ക് കണ്ടതാണ്. താഴെ വന്ന ഏതോ ഭാഗത്ത് മെട്രോൺ കാണാമെന്ന് വിചാരിച്ചു. കാണാമെന്ന് ഇങ്ങനെ ഒബ്സർവേറ്ററി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കണ്ടിട്ടും, പക്ഷേ ഫുൾ മൂടലായിരുന്നു. ഞങ്ങൾക്ക് താഴെയൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല ചില ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വന്നു. ഇത് ഞങ്ങളുടെ ഹോട്ടലിൽ ലൈറ്റ് വെച്ച് അലങ്കരിച്ചിരിക്കുന്ന രാത്രിയിൽ വ്യൂ ആട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ വന്നു, കിടന്നിറങ്ങി. അപ്പോൾ ഓക്കെ ഗായ്സ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.